ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. IPL റീടെൻഷനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ പ്രമുഖ താരങ്ങളെയാണ് നിലനിർത്തിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശകലനമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പോയിന്റ് ടേബിളിൽ 2024 പോയിന്റ് ടേബിളിൽ ഏറ്റവും ടോപ്പിൽ വന്ന 8 ടീമുകളെ കുറിച്ചുള്ള വിശകലനങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനി 2 ടീമുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്ന ടീം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത പഞ്ചാബ് കിങ്സ് എന്ന് പറയുന്ന ടീമിനെ കുറിച്ചിട്ടാണ്. പഞ്ചാബ് കിങ്സിനെ പറ്റി പറയുമ്പോൾ IPL ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു ചാമ്പ്യൻഷിപ്പ് നേടാൻ കഴിയാതെ പോയ ഒരു ടീമാണ് പഞ്ചാബ് കിങ്സ് എന്ന് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല IPL ഈ ഇത്രയും വർഷത്തെ ഒരു 17-18 വർഷത്തെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു വലിയ അച്ചീവ്മെന്റ്സ് ഒന്നും തന്നെ നേടാൻ കഴിയാതെ പോയ ഒരു ടീമാണ് പഞ്ചാബ് കിങ്സ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പഞ്ചാബ് കിങ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഒരിക്കൽ പോലും അവർക്ക് അവരുടെ ഒരു കോറായിട്ടുള്ള ഒരു ന്യൂക്ലിയസിനെ നിലനിർത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ 17 വർഷത്തെ ചരിത്രം പരിശോധിച്ചാലും അത് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുക. എല്ലാ വർഷവും ഒരു പുതിയ ടീമിനെ കൊണ്ടുവരും. ആ ടീമിനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഓപ്ഷൻ കഴിയുമ്പോൾ മിനി ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് കുറേ താരങ്ങളെ അതിൽ നിന്ന് റിലീസ് ചെയ്ത് ഒരുപാട് പേഴ്സുമായിട്ട് തിരിച്ചു വരും. പിന്നീട് കുറേ താരങ്ങളെ പുതിയതായിട്ട് മേടിക്കും. അത് കഴിഞ്ഞ് അടുത്ത സീസൺ ആകുമ്പോൾ വീണ്ടും കുറേ താരങ്ങളെ റിലീസ് ചെയ്യും. വീണ്ടും ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ്. ഈവൻ അവരുടെ ഒരു സപ്പോർട്ട് സ്റ്റാഫിലേക്ക് വരുമ്പോൾ പോലും പ്രമുഖരായിട്ടുള്ള പല സപ്പോർട്ട് സ്റ്റാഫുകളും, അതായത് കോച്ചുമാരും അവരുടെ ടീമിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും വലിയ വിജയങ്ങൾ നേടാനായിട്ട് പഞ്ചാബ് കിങ്സിന്റെ കൂടെ നിന്നിട്ട് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ജയിക്കുന്ന ടീമുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഒരു കോർ ടീം എപ്പോഴും അത് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഒരു കോർ എന്ന് പറയുന്നത് എപ്പോഴും അത് രോഹിത് ശർമ്മ തൊട്ടിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരെയും അവർ നിലനിർത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ രോഹിത് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ, അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ, ഇങ്ങനെയുള്ള താരങ്ങളെ എല്ലാവരെയും തന്നെ അവർ ആ ഒരു ടീമിൽ നിലനിർത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റൊരു സക്സസ്ഫുൾ ടീമായിട്ടുള്ള CSKയുടെ ഭാഗത്തേക്ക് വരുമ്പോഴും അവരും അങ്ങനെ തന്നെയാണ്. അവരുടെ മഹേന്ദ്ര സിംഗ് ധോനിയും രവീന്ദ്ര ജഡേജയും ഒക്കെ എത്രയോ വർഷങ്ങളായിട്ട് ആ ടീമിന്റെ ഭാഗമായിട്ടുള്ള താരങ്ങളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ പഞ്ചാബിനെ പറ്റി പറയുമ്പോൾ പഞ്ചാബിൽ ഇങ്ങനെ ഒരു കോർ ആയിട്ടുള്ള ഗ്രൂപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കുറെ താരങ്ങൾ, നല്ല എക്സലന്റ് ആയിട്ടുള്ള താരങ്ങൾ പലരും വരുന്നു, അടുത്ത വർഷം അവർ റിലീസ് ചെയ്യുന്നു, പുതിയൊരു ടീമിലേക്ക് പോകുന്നു, കോച്ചിങ് സ്റ്റാഫിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് പഞ്ചാബ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒട്ടും ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത രീതിയിലാണ് അവരുടെ ഒരു ടീമിന്റെ ഘടന എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പല ഓണർമാരുണ്ട്. ഒരു കൺസോർഷ്യമാണ്. പ്രീതി സിന്തയെ പോലെയുള്ള വലിയ അല്ലെങ്കിൽ നെസ് വാഡിയെ പോലെ വലിയ ഓണർമാർ അതിലുണ്ടെങ്കിലും പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ ടീമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വർഷം അവർ ചെയ്തിരിക്കുന്നത് വെഗെയിൻ അവരുടെ ഒരു കോച്ചിങ് സ്റ്റാഫിൽ വലിയ വ്യത്യാസം വരുത്തിയിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റനായിരുന്ന റിക്കി പോണ്ടിങ്ങിനെ ഡൽഹിയിൽ നിന്ന് റാഞ്ചി ഇവരുടെ ടീമിന്റെ കോച്ച് ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. റിക്കി പോണ്ടിങ് നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ഈ IPL ഒരു സ്ഥിര സാന്നിധ്യമാണ്. ആദ്യം മുംബൈ ഇന്ത്യൻസിന്റെ മെന്ററായിട്ടും കോച്ചായിട്ടൊക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് അദ്ദേഹം പോയി, അവിടെ ഏകദേശം ഒരു 4-5 വർഷത്തോളം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ വീണ്ടും അവിടെ നിന്ന് അദ്ദേഹത്തിനെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പഞ്ചാബ് കിങ്സിന്റെ കോച്ചായിട്ട് വരുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഈ വർഷമുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇവരുടെ ഈ വർഷത്തെ ഒരു ആരെയൊക്കെയാണ് നിലനിർത്തിയിരിക്കുന്നത്, റിട്ടേൺ ചെയ്ത താരങ്ങൾ ആരെയൊക്കെയാണെന്ന് നോക്കാം. അതിൽ എത്രയാണ് അവരുടെ പേഴ്സ് എന്ന് നോക്കാം. ഈ ഒരു ടീമിനെ പറ്റി പറയുമ്പോഴാണ് നമുക്ക് ഈ വർഷത്തെ IPL ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ പേഴ്സുമായിട്ട് വരാൻ പോകുന്ന ഒരു ടീം എന്ന് പറയുന്നത് പഞ്ചാബ് കിങ്സ് ആണ്. കാരണം അവർ റിട്ടേൺ ചെയ്തിരിക്കുന്ന 2 അൺക്യാപ്ഡ് താരങ്ങളെ മാത്രമാണ്. ക്യാപ്ഡ് ആയിട്ടുള്ള ഒരു താരത്തിനെ പോലും അവർ നിലനിർത്തിയിട്ടില്ല. 2 താരങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് കഴിഞ്ഞ വർഷം അവർ അബദ്ധത്തിൽ വിളിച്ചെടുത്ത, പിന്നീട് അവർക്ക് വലിയ ഒരു മുതൽക്കൂട്ടായി മാറിയ, മിഡിൽ ഓർഡറിൽ വന്ന് നല്ല കോൺട്രിബ്യൂഷൻസ് ചെയ്ത ശശാങ്ക് സിംഗ് എന്ന് പറയുന്ന ഒരു താരമാണ്. ശശാങ്ക് സിംഗിന് 5.5 കോടി രൂപയ്ക്കാണ്, ശരിക്കും 4 കോടി രൂപയുടെ ബ്രാക്കറ്റിലാണ് അത്, പക്ഷേ 5.5 കോടി, ഒരു 1.5 കോടി രൂപ എക്സ്ട്രാ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഈ ഒരു IPLന്റെ ഈ 2025 വേർഷനിൽ അവർ നിലനിർത്തിയിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു താരം എന്ന് പറയുന്നത് പഞ്ചാബിൽ നിന്നുള്ള വിക്കറ്റ് കീപ്പർ, ഓപ്പണിംഗ് ബാറ്റർ ആയിട്ടുള്ള പ്രഭ് സിമ്രൻ സിംഗ് എന്ന് പറയുന്ന താരത്തിനെയാണ്. ഈ 2 താരത്തിനെ, പ്രഭ് സിമ്രൻ സിംഗിനെ 4 കോടിക്കും ശശാങ്ക് സിംഗിനെ 5.5 കോടിക്കുമാണ് നിലനിർത്തിയിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ അവർ ഈ വർഷം അവരുടെ പേഴ്സിൽ നിന്ന് ആകെ ചെലവാക്കിയിരിക്കുന്ന തുക എന്ന് പറയുന്നത് 9.5 കോടി രൂപയാണ്. 5.5 + 4 ചേർത്ത് 9.5 കോടി രൂപ മാത്രമാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഓപ്ഷനിൽ നമുക്കറിയാം 120 കോടി രൂപയാണ് ഓരോ ടീമിന്റെയും കയ്യിലുണ്ടാവുക. ആ 120 കോടി രൂപയിൽ 9.5 കോടി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 110.5 കോടി രൂപയുമായിട്ടായിരിക്കും അവർ ഈ ഓപ്ഷനിലേക്ക് വരാൻ പോകുന്നത്. വലിയ പല താരങ്ങൾക്കും വേണ്ടി വല വീശാനുള്ള ഒരു വലിയ പേഴ്സ് അവരുടെ കയ്യിലുണ്ടാവുമെന്ന് സാരം.
അതായത് ഋഷഭ് പന്തിനെയും KL രാഹുലിനെയും ശ്രേയസ് അയ്യരെയും ഒക്കെ പോലെയുള്ള വലിയ വലിയ താരങ്ങളെ അവരുടെ ടീമിലേക്ക് കൊണ്ടുവരുവാനുള്ള അത്രയും വലിയൊരു പേഴ്സ് അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. 110.5 കോടി രൂപയാണ് അവരുടെ കയ്യിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇപ്പോൾ അവരുടെ ഒരു ഘടനയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വലുതായിട്ടൊന്നും നമുക്ക് പറയാനുള്ള കാരണം, ഞാൻ ഇതിനു മുമ്പുള്ള പല ടീമുകളെയും അവലോകനം ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗ് ബാറ്റിൽ ഇന്ന ആളുണ്ട്, ഇനി അവർക്ക് അവിടെ ആളെ വേണം, മിഡിൽ ഓർഡറിൽ ഇന്ന ആളുണ്ട്, അവർക്ക് ആളെ വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇതാകെ പറയാൻ നമുക്ക് 2 താരങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊരാൾ എന്ന് പറയുന്നത് പ്രഭ് സിമ്രൻ സിംഗ്, അദ്ദേഹം വിക്കറ്റ് കീപ്പറാണ്, ഓപ്പണിംഗ് ബാറ്ററാണ്. അപ്പോൾ ആ ഒരു സ്ലോട്ടിലേക്ക് ഒരാളുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരാൾ എന്ന് പറയുന്നത് മിഡിൽ ഓർഡർ ബാറ്ററാണ്, ഒരു ഫിനിഷറാണ് ശശാങ്ക് സിംഗ്. ഈ 2 പൊസിഷനിൽ മാത്രമേ അവർക്ക് ആളുള്ളൂ എന്നുള്ളതാണ്. 2 ബാറ്റർമാർ, ഒരാൾ വിക്കറ്റ് കീപ്പർ ബാറ്റർ, ഒരാൾ മിഡിൽ ഓർഡർ ബാറ്റർ. ബാക്കി എല്ലാ പൊസിഷനിലേക്കും അവർക്ക് ആളെ ആവശ്യമുണ്ട്. ഒരു 2 നല്ല ഓപ്പണർമാരെ ആവശ്യമുണ്ട്, ഒരു 2-3 മിഡിൽ ഓർഡർ അല്ലെങ്കിൽ ടോപ്പ് ഓർഡർ ബാറ്റർമാരെ ആവശ്യമുണ്ട്, സ്പിന്നർമാരെ ആവശ്യമുണ്ട്, ഫാസ്റ്റ് ബൗളർമാരെ ആവശ്യമുണ്ട്, എല്ലാവരെയും തന്നെ ആവശ്യമുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ അവരുടെ ഒരു ടീമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ബാറ്റർമാരിൽ പ്രധാനപ്പെട്ട പല ആളുകളെയും അവർ ഈ വർഷം നിലനിർത്തിയിട്ടില്ല, അവരെ റിട്ടേൺ ചെയ്തിട്ടില്ല, എല്ലാവരെയും റിലീസ് ചെയ്തിരിക്കുകയായിരുന്നു. ഒന്ന് അവരുടെ കഴിഞ്ഞ വർഷം അവരെ ലീഡ് ചെയ്ത ശിഖർ ധവാൻ ആയിരുന്നു, അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുകയാണ്. പിന്നെ പ്രമുഖ താരങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള അവരുടെ ബാറ്റർമാരായിരുന്നു. ഒന്ന് ജോണി ബെയർസ്റ്റോ എന്ന് പറയുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ, മറ്റൊന്ന് ലിയാം ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന വലിയ ആക്രമിച്ച് കളിക്കുന്ന കൂറ്റടികൾക്ക് കഴിവുള്ള ഒരു താരമായിരുന്നു ലിയാം ലിവിങ്സ്റ്റൺ. അവരെ എല്ലാവരെയും തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ടുള്ള ജിതേഷ് ശർമ്മ, അദ്ദേഹത്തിനെയും റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ബാറ്റർമാരിൽ പ്രധാനപ്പെട്ട എല്ലാവരെയും തന്നെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ 2 താരങ്ങളെയാണ് കഴിഞ്ഞ വർഷം അവരുടെ ടീമിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 സ്പിന്നർമാർ എന്ന് പറയുന്നത്. അത് ഒന്ന് പറയുന്നത് ഹർപ്രീത് ബ്രാറാണ്. ഈ ഹർപ്രീത് ബ്രാറിനെ ഈ 4 കോടിയുടെ അൺക്യാപ്ഡ് ലിസ്റ്റിൽ പെടുത്തുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അത്രയും നല്ലൊരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറാണ്. പക്ഷെ അദ്ദേഹത്തിനെ പെടുത്തിയിട്ടില്ല, അദ്ദേഹത്തിനെ അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഓപ്ഷനിൽ തിരിച്ച് അദ്ദേഹത്തിനെ കൊണ്ടുവരുവാനായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹം അത്രയും നല്ലൊരു ബോളറാണ്. മറ്റൊരാൾ എന്ന് പറയുന്ന ലെഗ് സ്പിന്നർ ചെയ്യുന്ന രാഹുൽ ചഹാർ എന്ന് പറയുന്ന ബോളറാണ്. രാഹുൽ ചഹാറിനെയും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം അവരുടെ ടീമിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അവർ റിലീസ് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ അദ്ദേഹത്തിനെ ഓപ്ഷനിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ ഓപ്ഷനിൽ നിന്ന് മേടിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഇനി ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് അവരുടെ പ്രധാനപ്പെട്ട കുറച്ച് താരങ്ങളുള്ളത്. പക്ഷേ അവരെ എല്ലാവരെയും അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള അർഷദീപ് സിംഗ് ആണ്. അർഷദീപ് സിംഗിനെ എന്ത് വില കൊടുത്തും തിരിച്ചു മേടിക്കാനായിട്ട് അവർ ശ്രമിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരാൾ എന്ന് പറയുന്നത് കഗീസോ റബാദ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ ഫാസ്റ്റ് ബോളറാണ്. അദ്ദേഹത്തിനെയും അവർ തിരിച്ച് അവരുടെ ടീമിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ 4 ക്യാപ്ഡ് താരങ്ങൾക്ക് വേണ്ടിയുള്ള RTM അവരുടെ കയ്യിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 4 പേർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ അർഷദീപും കഗീസോ റബാദയും അതുപോലെ ലിയാം ലിവിങ്സ്റ്റണും ജിതേഷ് ശർമ്മയും ആർക്കൊക്കെ വേണമെങ്കിൽ ഈ ഹർപ്രീത് ബ്രാർ ആർക്കൊക്കെ വേണമെങ്കിൽ അവർക്ക് ഈ RTM ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് കാണാം. മറ്റ് ഫാസ്റ്റ് ബോളേഴ്സ് എന്ന് പറഞ്ഞാൽ നത്താൻ എല്ലിസ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളറാണ് അവരുടെ ടീമിലുണ്ടായിരുന്നത്. പിന്നെ സാം കറൻ എന്ന് പറയുന്ന ഓൾറൗണ്ടറെ അവർ നിലനിർത്തിയിരുന്നു. ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു കോർ ആയിട്ടുള്ള ടീം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ നിരയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഫാസ്റ്റ് ബോളർ എന്ന് പറഞ്ഞാൽ ഹർഷൽ പട്ടേലാണ്. ഹർഷൽ പട്ടേലിനെയും അവർ ഈ വർഷം നിലനിർത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ടീമിനെ പറ്റി കൂടുതലായിട്ട് പറയുമ്പോൾ എനിക്ക് ഡെഫിനറ്റ് ആയിട്ട് എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ്, എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വർഷം നമുക്കറിയാം ഡൽഹി ക്യാപിറ്റലിൽ നിന്ന് ഋഷഭ് പന്തിനെ മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹം ഋഷഭ് പന്ത് ആ ഒരു ടീമിന്റെ ഭാഗമല്ല, അദ്ദേഹം ഓപ്ഷന്റെ ഭാഗമാവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ടീമിൽ റിക്കി പോണ്ടിങ് ഇതിന്റെ കോച്ചായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ, റിക്കി പോണ്ടിങ് ഈ ഡൽഹി ക്യാപിറ്റൽസിന്റെ കോച്ചായിരുന്നു, അവിടെ നിന്നിട്ടാണ് ഇപ്പോൾ പഞ്ചാബിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ പഞ്ചാബ് ഏറ്റവും കൂടുതൽ തുക മുടക്കി മേടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ എന്ത് വില കൊടുത്ത് മേടിക്കാൻ പോകുന്ന ഒരു താരം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഡെഫിനറ്റ് ആയിട്ടും ഋഷഭ് പന്ത് ആയിരിക്കും എന്നുള്ളതാണ്. കാരണം ഋഷഭ് പന്തും റിക്കി പോണ്ടിങ് തമ്മിലുള്ള ഒരു ബന്ധം, ഒപ്പം തന്നെ അവർക്കൊരു ക്യാപ്റ്റനെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ പറഞ്ഞ 2 പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്രേയസ് അയ്യരും KL രാഹുലുമാണ്. ശ്രേയസ് അയ്യറിന് വേണ്ടി അവർ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ശ്രേയസ് അയ്യർ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പല ടീമുകൾക്കും, ഡൽഹി അടക്കം അല്ലെങ്കിൽ ലക്നൗ അടക്കം പല ടീമുകൾക്കും അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പലരും അദ്ദേഹത്തിന് വേണ്ടിയിട്ടും ഒരു എന്താ പറയുക ഓപ്ഷനിൽ മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. KL രാഹുൽ പഞ്ചാബിന്റെ ഭാഗമാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് KL രാഹുൽ പണ്ട് പഞ്ചാബിന്റെ ഭാഗമായിരുന്നു. അനിൽ കുംബ്ലെ കോച്ചായിരുന്ന സമയത്ത് പഞ്ചാബിന്റെ താരമായിരുന്നു, ക്യാപ്റ്റൻ ആയിരുന്നു. അവിടെ നിന്നിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് മറ്റുള്ള ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് പോയത്, ലക്നൗ സൂപ്പർ ജയൻസിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഇനിയും അദ്ദേഹത്തിന് ഒരു തിരിച്ചെടുക്കാനുള്ള സാധ്യത വിരളമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. പിന്നെ കേൾക്കുന്ന ഒരുപാട് റൂമറുകൾ, റിക്കി പോണ്ടിങ്
ടീമിന്റെ ഭാഗമായിട്ട് വന്നതോടുകൂടി തന്നെ കേൾക്കുന്ന ഏറ്റവും വലിയൊരു റൂമർ എന്ന് പറയുന്നത് സ്റ്റീവ് സ്മിത്തിനെ അവർ ഈ ടീമിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതായത് ക്യാപ്റ്റനായിട്ട്, പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റനായിട്ട് സ്റ്റീവ് സ്മിത്തിനെ, നല്ല എക്സലന്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ്. പക്ഷേ 2020 അത്രത്തോളം അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംശയം കൊണ്ടാണ് പലപ്പോഴും അദ്ദേഹത്തിനെ പല ടീമുകളും എടുക്കാറില്ലാത്തത്. പക്ഷേ അദ്ദേഹം അത്ര മോശം പ്ലെയർ ഒന്നും അല്ല. 2020 ചെയ്യാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയും കൂടി അവർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ, അങ്ങനെ ഒരു റൂമർ മാത്രമാണ് കേൾക്കുന്നത്, അദ്ദേഹം ഈ ടീമിന്റെ ഭാഗമായിട്ട് വരും എന്നുള്ള ഒരു റൂമർ കേൾക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട താരം, എൻ്റെ മനസ്സിലുള്ള ഒരു താരം എന്ന് പറയുന്നത്, ഡൽഹി ക്യാപിറ്റൽസിന്റെ ടീമിലുണ്ടായിരുന്ന പല താരങ്ങളും, പ്രധാനപ്പെട്ട മിച്ചിൽ മാർഷ് എന്ന് പറയുന്ന താരത്തിനെ ചിലപ്പോൾ അവരുടെ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയേക്കാം. ഇപ്പോൾ ഓസ്ട്രേലിയയുടെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാർ, വളർന്നു വരുന്ന ഓൾറൗണ്ടർമാരിൽ പ്രധാനി എന്ന് വിശേഷിപ്പിക്കുന്ന ആരൺ ഹാർഡി എന്ന് പറയുന്ന ഒരു ഓൾറൗണ്ടർ ഉണ്ട്. അദ്ദേഹത്തിനെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയേക്കാം. അതുപോലെ തന്നെ മാക്സലിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്താൻ പോകുന്ന ടീമായിരിക്കും പഞ്ചാബ് കിങ്സ്. ഏതായാലും ഈ ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ പല പല താരങ്ങൾക്കും, ഡേവിഡ് വാർണർക്ക് വേണ്ടിയും മേ ബി അവരൊരു ശ്രമം നടത്തിയേക്കാമെന്നാണ് എൻ്റെ തോന്നൽ. ഏതായാലും അതെല്ലാം ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് റിക്കി പോണ്ടിങ് അവിടെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയൊരു ഈ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഓപ്ഷനിൽ ഇത്രയും ഒരു പൈസ 110.5 കോടി രൂപ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആർക്ക് വേണമെങ്കിൽ, എത്ര വിലയ്ക്ക് വേണമെങ്കിൽ അവർക്ക് പോകാമെന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് എപ്പോഴും അവർക്ക് സംഭവിക്കുന്നത് പോലെ തന്നെ ഒട്ടും ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത, ബൗളിങ്ങും ബാറ്റിങ്ങും അല്ലെങ്കിൽ സ്പിന്നർമാരും തന്നെ ഒട്ടും തന്നെ കോമ്പിനേഷൻ ഇല്ലാത്ത ഒരു ടീമിനെ, അല്ലെങ്കിൽ ഒരു ഫോമിലില്ലാത്ത താരങ്ങളെ എടുത്തിട്ടാണ് അവർക്ക് പലപ്പോഴും അടി പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓപ്ഷൻ ടേബിൾ അവർ എത്ര ബുദ്ധിപരമായി നീങ്ങുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു ടോട്ടലായിട്ട് ഒരു ടീമിനെ ഉടച്ചു വാർക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഒരു ടീം എന്നുള്ള രീതിയിലാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇനി അശുതോഷ് ശർമ്മ എന്ന് പറയുന്ന മറ്റൊരു അൺക്യാപ്ഡ് താരമുണ്ട് അവരുടെ ടീമിൽ. അദ്ദേഹം കഴിഞ്ഞ വർഷം ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ട് നല്ല പെർഫോമൻസുകൾ കാഴ്ചവെച്ചിരുന്നു. അദ്ദേഹത്തിനെയൊക്കെ വിളിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നല്ലതായിരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഇനി നമുക്ക് എല്ലാം അവരുടെ ഈ ഓപ്ഷൻ ടേബിളിലേക്ക് വിട്ടുകൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഓപ്ഷൻ ടേബിളിൽ ആരൊക്കെ ആയിരിക്കും അവർ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഋഷഭ് പന്തിന്റെ കാര്യത്തിൽ എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് റിക്കി പോണ്ടിങ് അവിടെ ഉണ്ട് എന്നുള്ളതും, ഇത്രയും വലിയൊരു പേഴ്സ് അവൈലബിൾ ആണ് എന്നുള്ളതും, ഒരു 25 കോടി 30 കോടി രൂപയ്ക്ക് പോലും അവർ വേണമെങ്കിൽ ഋഷഭ് പന്തിനെ അവരുടെ കൂടാരത്തിലേക്ക് എത്തിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്ര വിലയ്ക്ക് വേണമെങ്കിൽ ഓപ്ഷനിൽ വിറ്റുപോകാൻ സാധ്യതയുള്ള ഈ വർഷത്തെ ഓപ്ഷനിൽ, മെഗാ ഓപ്ഷനാണ്, ഇതിൽ ഏറ്റവും അധികം തുകയ്ക്ക് വിറ്റുപോകാൻ സാധ്യതയുള്ള ഒരു താരവും ഋഷഭ് പന്ത് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഒരു വലിയ പെർഫോമൻസും അവകാശപ്പെടാനില്ലാത്ത ഒരു ടീമാണ് പഞ്ചാബ് കിങ്സ്. ഈ വർഷം ഒരു പുതിയ മുഖം മിനുക്കിയാണ് അവർ വരുന്നത്. കോച്ചിനെ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു, ടീം പുതിയതായിട്ട് റീബിൽഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. ഈ വർഷത്തെ IPL-ലെങ്കിലും ചാമ്പ്യന്മാരാവാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്ലേ ഓഫിലേക്കെങ്കിലും ക്വാളിഫൈ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.